വലിയ പ്രതീക്ഷയോടെയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. പക്ഷേ ഞെട്ടിക്കുന്ന തോൽവിയായിരുന്നു അവിടെ കോൺഗ്രസിനെ കാത്തിരുന്നത്. ഡൽഹിയിലേക്ക് വന്നാൽ കുറഞ്ഞത് 2 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കരുതിയത്. എന്നാൽ അവിടെയും പാർട്ടി തകർന്നടിഞ്ഞു. എന്തുകൊണ്ട് BJPയെ പൂട്ടാൻ കോൺഗ്രസിന് സാധിക്കാതെ വരുന്നു? എവിടെയാണ് പാർട്ടിക്ക് പിഴയ്ക്കുന്നത്? വലിയ പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണത്. കോൺഗ്രസ് ഈ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടാനാവാത്തൊരു ശക്തിയായി നിന്ന കാലത്ത് സംഘടനാ തലത്തിലും പാർട്ടി ശക്തമായിരുന്നു. എന്നാൽ അധികാര രാഷ്ട്രീയത്തിന് പിന്നാലെ പാഞ്ഞ കോൺഗ്രസ് സംഘടന ശക്തമാക്കാനുള്ള നടപടികളിൽ നിന്ന് ഏറെ പിന്നോക്കം പോയി. BJP പക്ഷേ സംഘടന ശക്തമാക്കിയതിന് പിന്നാലെയാണ് രാജ്യത്ത് ഭരണനിർവഹണത്തിനായി ഇറങ്ങിത്തിരിച്ചതെന്നും നമുക്ക് കാണാം. ഭരിക്കാനുള്ളവരെ ഒരു വശത്ത് നിർത്തുമ്പോൾ സംഘടന ശക്തിപ്പെടുത്താനുള്ള ദൗത്യവുമായി മറ്റൊരു വിഭാഗം BJPക്കുണ്ടായിരുന്നു. അവിടെയാണ് കോൺഗ്രസ് പരാജയമായത്. അധികാരം നിലനിർത്താനുള്ള വ്യഗ്രതയിൽ പാർട്ടി ദുർബലമാകുന്നത് പക്ഷേ നേതാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നില്ല. എന്തായാലും തിരിച്ചടികൾ ഒരുപക്ഷെ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള ഒരു പാലമായിട്ടായിരിക്കാം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സംഘടന ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ സാമൂഹിക നീതിയുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രാമുഖ്യം നൽകിയാണ് പുതിയ പുനഃസംഘടന പാർട്ടി നടത്തിയിരിക്കുന്നത്. നിർണായക സ്ഥാനങ്ങളിൽ പോലും കാതലായ മാറ്റങ്ങൾ പാർട്ടി നടത്തിയിരിക്കുകയാണ്. ഹരിയാനയിൽ ജയം ഉറപ്പിച്ചെടുത്തു നിന്നാണ് പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. മഹാരാഷ്ട്രയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. എങ്കിലും ഡൽഹിയിലേത് പ്രതീക്ഷിച്ച തോൽവി തന്നെയായിരുന്നു. 13 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പുതിയ ചുമതലക്കാർ വരികയും 2 സംസ്ഥാന പ്രസിഡന്റുമാർ, 2 പുതിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ നിയമിക്കുകയുമാണ് പാർട്ടി ചെയ്തിരിക്കുന്നത്. ഇത് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്ത ആളുകൾക്ക് പ്രാധാന്യം ലഭിച്ചുവെന്ന് വ്യക്തമായ സൂചന നൽകുന്ന കാര്യം കൂടിയാണ്. കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരെയാണ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിച്ചത്. SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ ആശയമാണ് പുതിയ പുനഃസംഘടനയിൽ പ്രതിഫലിക്കുന്നത് എന്ന് കാണാം. പുതുതായി നിയമിതരായ 2 ജനറൽ സെക്രട്ടറിമാരിൽ സയ്യിദ് നസീർ ഹുസൈൻ കർണാടകയിൽ നിന്നുള്ള ഒരു മുസ്ലിം മുഖമാണ്. മറ്റൊരാൾ പ്രമുഖ OBC നേതാവ്, മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഗേലുമാണ്. കൂടാതെ മറ്റ് സ്ഥാനങ്ങളിലും ഈ ഫോർമുല തന്നെയാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ചുമതലകൾ നൽകിയ 9 നേതാക്കളിൽ 3 പേർ OBCയിൽ നിന്നുള്ളവരാണ്. ഹരീഷ് ചൗധരി, അജയ് കുമാർ ലല്ലു, BK ഹരിപ്രസാദ് എന്നിവരാണ് ആ നേതാക്കൾ. ഒരാൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്, പേര് K രാജു. സപ്തഗിരി ഉലഖ എന്ന മറ്റൊരു നേതാവ് ആദിവാസി പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കൽ, ഒഡീഷ കോൺഗ്രസ് മേധാവി ഭക്ത് ശരൺ ദാസ് എന്നിവരും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളാണ്. ഇതോടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് 70% പ്രാതിനിധ്യമുണ്ടെന്ന് നേതാക്കൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു.